ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് കേട്ടിട്ടുണ്ടോ? കൊമേഴ്സുകാർക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണല്ലേ ഇത്. ഒരു സ്റ്റോറി ആയാലോ. 1859 അമേരിക്കൻ കെമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് സെഴ്സ്ബർഗ് അദ്ദേഹം പെൻസിൽവാനിയയിലെ ഒരു ഓയിൽ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്നും ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ അപ്പുറത്തേക്ക് ഡംപ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെന്താണെന്ന് അവിടുത്തെ ആളുകളോട് അദ്ദേഹം ചോദിച്ച സമയത്ത് അവിടുന്ന് അറിയാൻ പറ്റിയൊരു കാര്യമാണ്, ഇത് റോഡ് വാക്സ് ആണ്, പ്രധാനമായും ഓയിൽ ഫാക്ടറിയിലെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ. ഇത് ആളുകൾക്ക് മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് അവരത് ഉപയോഗിക്കുക. ഇതാണ് അതിൻ്റെ മെയിൻ പർപ്പസ്. ബാക്കി ഫുൾ അവർ ഡംപ് ചെയ്ത് കഴിയും. കറക്റ്റ്ലി ഒരു ഓയിൽ ഫീൽഡിന്റെ കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് ഇതിനെ അവർ കണ്ടിട്ടുള്ളത്. അങ്ങനെ 1870 ഒരു കമ്പനിയുടെ പേരിൽ അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് തന്നെ കൊണ്ടുവരികയാണ്. ഇന്ന് $503.26 മില്യൺ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിൽ അതുള്ളത്. കംപ്ലീറ്റ്ലി വേസ്റ്റിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് തന്നെ ഇവിടെ നിർമ്മിക്കാൻ പറ്റി. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ IIC ലക്ഷ്യ.